നമസ്കാരം. ഞാനെന്നുള്ളത് കൊല്ലം ജില്ലയിലെ പൂതക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഇടവട്ടം എന്ന പ്രദേശത്താണ്. നമ്മുടെ കേരളത്തിൻ്റെ പരമ്പരാഗതമായ ഒരു ബിസിനസ് ആണ് കയർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. അത് നമുക്ക് അറിവായ കാലം മുതൽ കൂടുതലും സ്ത്രീകളാണ് ഈ കയർ മേഖലയിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് പാക്കളം എന്ന് പറയുന്ന തൊണ്ട് തല്ലി കയർ പിരിച്ചുണ്ടാക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ ഇപ്പോൾ ഈ പുതുതലമുറയിൽ ഈ മേഖലയിലോട്ട് കടന്നു വരുന്ന ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് മെഷീന് വഴിമാറിയിട്ടുണ്ട്. ഈ കയർ മേഖല എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മെഷീനറിയാണ് ഇപ്പോൾ കയർ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെഷീൻ ഉൽപ്പാദന കേന്ദ്രത്തിലാണ് ഞാനെന്നുള്ളത്. തൊണ്ട് നെല്ലുന്ന സ്ഥലത്തുനിന്ന് ഇതുപോലെ ചകിരി കെട്ടുകളായിട്ട് വന്നിട്ട് ഈ ചകിരിയാണ് ഇവിടെ പ്രോസസ്സ് ചെയ്ത് നൂത്തെടുത്തതിന് ശേഷം ഈ കയർ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത്. ഇത് കുടഞ്ഞ് ഇതിന്റെ കച്ചടകളെല്ലാം കളയും. കച്ചടകളെല്ലാം കളഞ്ഞിട്ട് ഇതിപ്പോ ഉണക്ക ചകിരിയാണ്. ഇത് കുടഞ്ഞിട്ടിട്ട് വേണ്ട ഇങ്ങനെ നമ്മളെ കുടഞ്ഞിട്ട് വെള്ളം തെളിക്കണം അല്ലേ? വെള്ളം തെളിച്ചത് ഒരു മയത്തിന് ഇതുപോലെ ഒരു മയം വന്നിട്ടാണ് മെഷീനിലോട്ട് കയറ്റുന്നത്. ഇപ്പൊ സാമ്പിള് വേണ്ട മിഷനിലോട്ടിട്ട് നമ്മള് മിഷന്റെ ഫില്ല് ചെയ്യുന്ന സ്ഥലം. ഇതിപ്പോ കൊച്ചക്കാരാണോ ഉണ്ടാകുന്നത്? ഇതിപ്പോ കൊച്ചക്കാര് ഏത് സൈസിലുള്ളവരുണ്ടാകാം. നമുക്ക് കനം കൂടുതലാണെങ്കിൽ കനം കൂടുതൽ പറഞ്ഞ കനമാണ്. അപ്പൊ അത് ഈ ഒരു മെഷീനിൽ തന്നെ എല്ലാം അത് കഴിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് വേണ്ട, ഇതിനകത്തൊരു പിന്നാണ്. അല്ല, ഇതൊരു പിന്നാണ്. ഒരു പിന്നാണ് ഇത്. അവിടെ ഇടുന്ന ചകിരി ഇതിനകത്തുനിന്നാണ് വരുന്നത്. വേണ്ട, ഇതും പിന്നുന്നതാണ്. പിന്നെ വരും. ഇതിനകത്ത് നമ്മൾ ഇടുന്ന ടാങ്കിൽ ഇടുന്ന സാധനം നേരെ അവിടുന്ന് പിന്നെ അതിപ്പം കാണിച്ചാലും അത് വേറെ കാണിക്കുകയാണ്. അത് പിന്നെ ഇതിനകത്തിടും, അവിടുന്ന് ചാടി കാണിച്ച് വരും. വരുന്നുണ്ട ചാടി വരുന്നുണ്ട. ഈ പറക്കുന്ന ചകിരിയാണ് വന്ന അടച്ചില്ലെങ്കിൽ അടച്ചില്ലെങ്കിൽ ചകിരിയുടെ കനം കൂടും. കയറിന്റെ കനം കൂടും. കയറിന്റെ കനം കൂടിയ പിന്നെ നമുക്ക് ഓരോ ഇതുണ്ട്. 300 രൂപയുണ്ട്, 150 രൂപയുണ്ട്, 200 രൂപയുണ്ട്. ഇങ്ങനെ പല അളവുള്ള കയറുകളാണ്. അത് പഠിക്കാനുണ്ട്. ഇപ്പൊ ഇതെല്ലാം കയറായി വരികയാണ്. കാറ് പൊട്ടുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ നിൽക്കും. കാറ് പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യണം അല്ലേ? ഇതാണ് ഇപ്പൊ ഇത് എടുക്കുന്നുണ്ട. പാക്കളത്ത് കൂപ്പിടല്ലോ. അതേപോലെ തന്നെ വേണ്ട. ഇപ്പൊ ഈ കാറെടുത്ത് കൂപ്പിടലെന്നല്ല, ഇത് മെഷീനാണ് കൂപ്പിടുന്നത്. മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇട്ട് കൊടുക്കണം. എത്തില്ലെങ്കിൽ ഒറ്റക്കാരെ എടുക്കൊണ്ടിരിക്കും. 4 കയറ് പൊട്ടുകാരെ ഒപ്പം മിഷൻ ചെയ്യും. അവര് വിസിലടിക്കും. ഇവിടെ ഇപ്പൊ നമ്മൾ വന്നപ്പോ കൊച്ചക്കാരാണ് നെയ്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചക്കാർ എന്ന് പറയുന്നത് 2 ഇഴയാണുള്ളത്. 2 ഇഴ തിരിച്ച് ഒന്നാക്കി ഉള്ള ചെറിയ കയറുകൾ ഫുള്ളായി കഴിയുമ്പോ ഇത് പൊക്കിയിട്ട് അതെ ഓണം ഊരിയെടുക്കണം. ഊരിയെടുത്ത് ഇത് 3 കിലോ ആണ്. അവിടെ 3 കിലോ. അത് 3 കിലോ ആണ്. ഇതാണ് ഇതിന്റെ അച്ചല്ലേ? അതിന് പുതിയത് ഇടാൻ പോവുകയാണ്. അതെ. എവിടെ